നിത്യമായി നിന്റെ സന്തതി പരമ്പരകളിൽ രാജാക്കന്മാരുണ്ടായിരിക്കും എന്ന അബ്രഹാമിന് നൽകിയ ഈ ആദിമ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ദാവീദിനോട് ചെയ്യുന്ന ഈ ഉടമ്പടി. ദാവീദിനോട് ദൈവം പറയുന്നു, നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരിക്കലും ഒരു സന്തതി അറ്റുപോവുകയില്ല, നിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കും, അത് എന്നേക്കും നിലനിൽക്കും. എന്നാൽ പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബാബിലോൺ പ്രവാസത്തിന് തൊട്ടുമുമ്പ് സെദെക്കിയ എന്ന ഈ യൂദാ പരമ്പരയിലെ അവസാനത്തെ രാജാവ് കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ട് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടത് മുതൽ ഇസ്രായേലിലെ രാജവാഴ്ച അവസാനിക്കുകയും അല്പകാലത്തേക്കെങ്കിലും ദൈവം നൽകിയ വാഗ്ദാനം അറ്റുപോയോ എന്ന ഒരു ചിന്ത വായനക്കാരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. എന്നാൽ ദാവീദിനോട് നൽകിയ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്തിൻ്റെ രാജാവായ യേശുക്രിസ്തു എന്ന നിത്യനായ രാജാവിലൂടെയാണ്, ദാവീദിൻ്റെ സന്തതിയിലൂടെയാണ്. അങ്ങനെ ഈ 2 സാമുവേൽ അധ്യായങ്ങൾ 6-7 ഒരുപാട് സൂചനകൾ, വിശദാംശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു.